അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ ചിക്കൻ്റെ ലിവറും പാർട്സും വെച്ചിട്ടൊരു ഗ്രേവിയാണ്. അപ്പോൾ ഇതുണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ചിക്കൻ്റെ ലിവറും പാർട്സും കഴുകി വൃത്തിയാക്കിയത്, പിന്നെ വേണ്ടത് വെല്ലുള്ളി ഒരു വലിയ വെല്ലുള്ളി, ഒരു 2 വലിയ തക്കാളി, ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി മുളക് പേസ്റ്റ് അതൊരു 3 ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1 ടീസ്പൂണോളം മുളക് പൊടി, ഒരു 2.5 ടീസ്പൂണോളം മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളകാണ്. കുരുമുളക് ഒരു 2-3 ടീസ്പൂണോളം കുരുമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഒരു കുറച്ച് ഗരം മസാലയും, പിന്നെ ചിക്കൻ മസാല നമ്മൾ ചിക്കൻ്റെ ലിവറും പാർട്സ് ആയതുകൊണ്ട് നമ്മൾ ചിക്കൻ മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ സവാള, തക്കാളി, കറിവേപ്പില ഇതൊക്കെ കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ ഇത് നന്നായിട്ട് സോഫ്റ്റായിട്ട് വരണം. നന്നായി കുക്കായാൽ നമ്മളെ ഗ്രേവി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇതൊന്ന് സോഫ്റ്റായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് സോഫ്റ്റാക്കി എടുക്കുക. പിന്നെ നമുക്ക് നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇത് 3 ഞാൻ പേസ്റ്റാക്കി എടുത്തതാണ്. ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു 3 ടീസ്പൂൺ. നമുക്കിതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഇനിയും കൂട്ടിയിട്ട് കൊടുക്കാം. പക്ഷേ ഇതൊരു ആവറേജ് മെഷർമെൻറ്റാണ്. അപ്പോൾ എല്ലാവരും അവരവരെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇത് നമുക്ക് നന്നായിട്ട് സോഫ്റ്റാക്കി കൊടുക്കാം. നമുക്കിതിൻ്റെ റോസ് സ്മെല്ലൊക്കെ മാറ്റിയിട്ട് നന്നായിട്ട് സോഫ്റ്റാക്കി കൊടുക്കാം. നമ്മൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊരു അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് വേവിക്കാം. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ തക്കാളിയും വെല്ലുള്ളിയും കറിവേപ്പിലൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. റോസ് സ്മെല്ലൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മസാലകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി അതൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടി ഒരു 2.5 ടീസ്പൂണോളം മല്ലിപ്പൊടി നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാരണം ഇത് അടി പിടിച്ചാൽ ഇതിൻ്റെ ഫ്ലേവർ തന്നെ മാറിപ്പോവും. അപ്പോൾ ഇതിൻ്റെ അടിയൊന്നും പിടിക്കാതെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മല്ലിപ്പൊടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടിയൊക്കെ കുറച്ചിട്ട് കൊടുത്താൽ മതി. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് മുളക് പൊടിയും നമ്മുടെ എരിവിനനുസരിച്ച് ഒരു 1 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവ് കുറവ് ആവശ്യമുള്ളവർക്ക് അത്ര ഇട്ടാൽ മതി കേട്ടോ. ഇതിപ്പോൾ നമ്മളൊരു ആവറേജ് കണക്കിന് ഇട്ടുന്നുള്ളൂ. പിന്നെ വേണ്ടത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി ഞാനിവിടെ കുറച്ച് അധികം, നമ്മളതിൽ കുരുമുളകിൻ്റെ ഫ്ലേവറാണ് കുറച്ച് മുന്തി നിൽക്കേണ്ടത്. അപ്പോൾ അതിന് കുരുമുളക് പൊടി ഒരു 3 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ മസാല. അപ്പോൾ ചിക്കൻ്റെ പാർട്സിൻ്റെ ഗ്രേവി ആയതുകൊണ്ട് ചിക്കൻ മസാല ഒരു 2 ടീസ്പൂണോളം ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. ഇത് ആവശ്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. അതൊക്കെ ഓപ്ഷണലാണ് ഈ മസാലാസ്. അപ്പോൾ കുരുമുളക് പൊടി എന്താണെങ്കിലും മസ്റ്റാണെങ്കിലും ഇട്ട് കൊടുക്കുക. പിന്നെ ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മസാലകളൊന്നും കരിയാതെ പതുക്കെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഈ മസാലകളൊക്കെ പെട്ടെന്ന് കുക്കായി കിട്ടാൻ നമ്മൾ കുറച്ച് വെള്ളം, ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ മസാലകളൊക്കെ അടി പിടിക്കില്ല, എന്നാൽ പെട്ടെന്ന് കുക്കായി കിട്ടും ചെയ്യും. എന്നാൽ ഓവറായിട്ട് വെള്ളം ഒഴിക്കരുത്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മസാലകളൊന്ന് കുക്ക് ചെയ്തെടുക്കുക വേണമെങ്കിൽ. പിന്നെ നമുക്കിനി ഇതിലോട്ട് നമ്മുടെ മസാലകളൊക്കെ നന്നായിട്ട് കുക്കായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് നമ്മൾ കഴുകി വെച്ച നമ്മുടെ ലിവറും ആ പാർട്സൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മളിത് ഉടയാതെ പതുക്കെ വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ, കാരണം ഇത് ഉടഞ്ഞു പോകരുത്. അപ്പോൾ ഇതിൻ്റെ മസാലകൾ നമ്മളെ ലിവറിലേക്കും നമ്മുടെ പാർട്സിലേക്കൊക്കെ നന്നായിട്ട് വരണം. നമുക്കിത് മറന്നിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഉപ്പ് കുറഞ്ഞാലും ഒരിക്കലും കൂടരുത്. അപ്പോൾ ഉപ്പൊന്ന് ഇട്ട് കൊടുത്തിട്ട് എല്ലായിടത്തേക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഉപ്പ് എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് ഉടയാതെ പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെയാണ് ഇത് കുക്ക് ചെയ്യണത്. അപ്പോൾ അടച്ച് വെച്ചിട്ട് നമുക്കൊരു 20 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴത്തേനും ഇത് റെഡിയാവും.
കണ്ടോ, അപ്പോൾ നമ്മളെ ഗ്രേവി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇത് ഇഷ്ടമാവും.